എന്നാൽ പ്രിയമുള്ളവരെ, വോൾട്ടയർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് ഒരു മൃഗത്തിന് പോലും വിളിക്കപ്പെടുവാനില്ല. കാരണം ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ വോൾട്ടയർ ജനിച്ചു വളർന്ന തന്റെ തറവാട് വീട് ഇന്ന് സത്യവേദ പുസ്തകം അച്ചടിക്കുന്ന ഒരു അച്ചടി കേന്ദ്രമാക്കി മാറ്റുവാൻ കഴിയുന്നതാണ് ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കുന്ന സത്യസുവിശേഷം എന്ന് പറയുന്നത്. ഈ സത്യസുവിശേഷം മനസ്സിലാക്കിയിട്ട് ഇന്ന് വരെ ആരും നശിച്ചു പോയിട്ടില്ല. എല്ലാവരും സ്നേഹമുള്ളവരും സമാധാനത്തോടെ കഴിയുന്നവരും കുടുംബമായി കഴിയുന്നവരും സ്നേഹത്തിൽ കഴിയുന്നവരുമാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ നല്ല വാക്യങ്ങൾ ഇതായിരിക്കണം: ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നല്ലൊരു പൗരനായി, നല്ല വ്യക്തിത്വമുള്ള ജീവിതമായി ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കണം. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇത് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, മിഷണറിമാർ ചെയ്തിട്ടുള്ള സേവനങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ രാഷ്ട്ര ഭാഷ ഹിന്ദി ഇതുണ്ടായിരുന്നില്ല. നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്ന ഭാഷ, ലോകസഭയിൽ സംസാരിക്കുന്ന ഭാഷ ഹിന്ദി ഉണ്ടായിരുന്നില്ല. സാമുവൽ എച്ച് ഖെലോഹി എന്ന് പറയുന്ന ഒരു മിഷണറിയാണ് ഹിന്ദി ഭാഷയ്ക്ക് ഗ്രാമർ നൽകി നമ്മുടെ ഈ രാഷ്ട്രത്തിൽ ഹിന്ദി ഭാഷ ഉണ്ടായിരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഹിന്ദി ഭാഷ കൊണ്ടുവന്നത് ക്രിസ്ത്യൻ മിഷണറിയാണ്. നമ്മുടെ ഈ ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നില്ല. വില്യം കേറി എന്ന് പറയുന്ന ഒരു മിഷണറി തന്റെ നാടും വീടും ഉപേക്ഷിച്ച് ഈ ഇന്ത്യയിൽ വന്ന് സ്ഥാപിച്ചതാണ് സെറാംപൂർ യൂണിവേഴ്സിറ്റി. പ്രിയമുള്ളവരെ, അങ്ങനെ ക്രിസ്ത്യൻ മിഷണറിമാർ ചെയ്ത സേവനങ്ങൾ അനേകമുണ്ട്. നിങ്ങൾ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കണം. ചരിത്രത്തെയും സത്യത്തെയും നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഇന്ത്യയിൽ കുഷ്ഠരോഗികൾ ഉണ്ടാവുകയില്ലായിരുന്നു. കുഷ്ഠരോഗികളെ മാറ്റി നിർത്തി വീടിന്റെ തളങ്കലിൽ പാർപ്പിക്കുന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഈ ഇന്ത്യ. പ്രിയമുള്ളവരെ, മദർ തെരേസയെ പോലുള്ള ക്രിസ്ത്യൻ മിഷണറി സിസ്റ്റേഴ്സ് ഈ രോഗികളെ സാന്ത്വനിപ്പിക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനിടയായിത്തീർന്നു. ക്രിസ്ത്യൻ മിഷണറിമാരാണ് ഇന്ത്യയിൽ സേവനങ്ങൾ ചെയ്തത്. നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയ ശശി തരൂർ സാർ കഴിഞ്ഞ ദിവസം പറയുവാനിടയായിത്തീർന്നു മീഡിയയിൽ കൂടി. ദ വീക്ക് എന്ന് പറയുന്ന പത്രത്തിൽ പറഞ്ഞു, എന്നെ ഈ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചത് ക്രിസ്ത്യൻ മിഷണറിയാണെന്ന്.